സ്വാഭാവികമായിട്ടും ഇത്തവണ മഞ്ചേശ്വരത്ത് BJP ജയിക്കാൻ NDA ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഈ നിലവിലെ MLA അത്ര വലിയ ജനകീയ അടിത്തറയുള്ള ആൾ എന്നതിനൊന്നും BJPക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല, ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ നടത്തിയിട്ടുള്ള പിന്നെ ഒരു രാഷ്ട്രീയ ആയുധം അദ്ദേഹം എടുത്തിരിക്കുന്നത് ടോളിൻ്റെ വിഷയമാണ്. ടോള് മഞ്ചേശ്വരം കുമ്പള ആരിക്കാടിയിൽ ടോള് പിരിക്കരുത് എന്നുള്ളതാണ്, അത് ഒഴിവാക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാട്. അതിനു വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ഇടപെടൽ BJP നടത്തുന്നുണ്ട്. പക്ഷേ ജനകീയമായിട്ടുള്ള അടിത്തറ നഷ്ടപ്പെട്ട ജനവികാരം എതിരായിട്ടുള്ള ഒരു MLA അവസാനം ശ്രമം എന്ന നിലക്കാണ് ഈ ടോൾ വിഷയത്തെ എടുത്തിരിക്കുന്നത്. ടോൾ വിഷയത്തിൽ സമരം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്നതിനോ ഞങ്ങളെതിരല്ല. പക്ഷേ ചെയ്തിരിക്കുന്നത് എന്താ? ഒരു സ്വാഭാവികമായിട്ടൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അഷ്റഫിനുണ്ടായിരുന്ന ഉത്തരവാദിത്വം നേരിട്ടുള്ള സമരത്തിന് ഇറങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം ബന്ധപ്പെട്ട ഉപരിഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിജിയെ കാണണമായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം ഉന്നയിക്കണമായിരുന്നു, അതിന് നേതൃത്വം കൊടുക്കണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടൽ ആത്മാർത്ഥതമായിരുന്നുവെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുത്ത് ഈ ലോകസഭ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും കൂട്ടി ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു പ്രതിനിധി സംഘം, സർവകക്ഷി പ്രതിനിധി സംഘം ശ്രീ നിതിൻ ഗഡ്കരിജിയെ കാണണമായിരുന്നു, കണ്ട് വിഷയം അവതരിപ്പിക്കണമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നടത്തണമായിരുന്നു. കാരണം ഇതേ അഷ്റഫും ഇതേ രാജ്മോഹൻ ഉണ്ണിത്താനും ഇവിടെ ഏതെങ്കിലും തരത്തിൽ അണ്ടർ ബ്രിഡ്ജോ അല്ലെങ്കിൽ ഫൂട്ട് ഓവർ ബ്രിഡ്ജോ ഒക്കെ വന്നാൽ അതൊക്കെ ഞങ്ങളുടെ ഇടപെടലാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുന്നവരാണ്. അപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ MPയോ MLAയോ പറഞ്ഞ കാര്യം പോലും അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന ഒരു മന്ത്രി കേന്ദ്രത്തിലുണ്ടാകുമ്പോൾ ആ മന്ത്രിയെ കണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് അതിന് പരിഹാരം തേടുന്നതിനു പകരം തിരക്ക് പിടിച്ച് സമരത്തിനിറങ്ങി അക്രമസമരം അഴിച്ചുവിട്ടു. എന്നിട്ട് ആ അക്രമസമരത്തിൽ നേതാക്കന്മാരാരും പ്രതിയായിട്ടില്ല, എല്ലാ പാവപ്പെട്ട പ്രവർത്തകരെയാണ് പ്രതിയാക്കിയിരിക്കുന്നത്. സമരസമിതിയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സമരം നടത്തി അവരെ സമരം അഴിച്ചുവിട്ട് പോലീസ് നോക്കി നിൽക്കെ ഇത്രയും ആയിട്ട് ഈ സമരസമിതി നേതാക്കന്മാരെ MLAയും അതുപോലെ തന്നെ അവിടുത്തെ CPMൻ്റെ നേതാക്കന്മാരെ അടക്കം പ്രതി ചേർക്കാതെ പാവപ്പെട്ട പ്രവർത്തകർക്കെതിരെ ജനങ്ങൾക്കെതിരായിട്ടാണ് അവിടെ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഈ MLA ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ടോൾ പിരിവിൻ്റെ കാര്യത്തിൽ നല്ലൊരു മന്ത്രി അദ്ദേഹത്തെ കണ്ട് പരിഹാരം കാണുന്നതിന് പകരം സമരത്തിനിറങ്ങി, പെട്ടെന്ന് ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള സമരം. അതുപോലെ തന്നെ സമരസമിതിയുടെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ഞങ്ങൾ സമരം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നതിനെതിരല്ല, പക്ഷേ ഹൈക്കോടതിയെ സമീപിച്ച് ആ കേസിൽ ദേശീയപാത അതോറിറ്റിക്ക് അനുകൂലമായിട്ട് വിധി വന്നതിലൂടെ കേന്ദ്ര സർക്കാർ മന്ത്രിതലത്തിലുള്ള ഇടപെടലിൻ്റെ സാധ്യത മങ്ങി. കാരണം കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു, ഒരു വിധി ദേശീയ പാത അതോറിറ്റിക്ക് അനുകൂലമായിട്ടുണ്ടാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇടപെടാനുള്ള സാഹചര്യം വളരെ പരിമിതപ്പെടുത്തി. അതിനുള്ള ഉത്തരവാദിത്വം ഈ സമരസമിതിയാണ്. അതിനു പകരം നേരെ മന്ത്രിയെ പോയി കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നുവെങ്കിൽ ഇത്രത്തോളം വഷളാവുമായിരുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അഷ്റഫിൻ്റെയും അതുപോലെ തന്നെ സമരസമിതിയുടെ നേതാക്കന്മാരുടെ ലക്ഷ്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരുടെ ആവശ്യം എന്ന് പറയുന്നത്, അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ്, ആ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ഈ ടോള് പിരിച്ച് ജനങ്ങളെ വിഷമിപ്പിക്കുന്നതിന് ആക്കം കൂട്ടുക എന്നുള്ളതാണ്. അതായില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഭരണത്തിലല്ലേ, നിങ്ങൾ ഇടപെടുന്നില്ലേ, നിങ്ങൾ ഇടപെടേണ്ടതെന്ന്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇടപെടേണ്ടതാണ്, ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു നിയമമുണ്ടാകുമ്പോൾ ആ ചട്ടത്തെ പാലിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥന്മാർക്കാണ്. ദേശീയപാത അതോറിറ്റിയുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ദേശീയ പാത നിർമ്മാണം പൂർത്തീകരിച്ചാൽ ടോൾ പിരിക്കുന്ന ഇത് 45 ദിവസത്തെ സമയമാണ്. 45 ദിവസത്തിനകം ടോൾ പിരിക്കണം. അങ്ങനെ 2023 CAGയുടെ റിപ്പോർട്ടുണ്ട്. 45 ദിവസത്തിനകത്ത് ചട്ടമനുസരിച്ച് ദേശീയപാത നിർമ്മാണം കഴിഞ്ഞ് 45 ദിവസവും കഴിഞ്ഞ് എവിടെയൊക്കെ ആണോ ടോൾ പിരിക്കാത്തത് അത് സർക്കാരിനുള്ള റവന്യൂ നഷ്ടമായിട്ട്
റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു CAG റിപ്പോർട്ടിൽ റവന്യൂ ലോസ് എന്ന് പറഞ്ഞാൽ അതിൽ അവസാനം വന്നു പെടുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കാണ്.